ഇവിടെ പഠിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ പഠിച്ചിട്ടുണ്ടോ? കംപ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ. ഇല്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അഗ്രിഗേറ്റ്സ് നിറയ്ക്കും. അഗ്രിഗേറ്റ്സ് സൈസ് എന്നുള്ളത് 20 to 25 mm ഉള്ള അഗ്രിഗേറ്റ്സ് നിറച്ചിട്ട് ഈ ലോഡ് അപ്ലൈ ചെയ്തിട്ട് 40 ടൺ ലോഡ് അപ്ലൈ ചെയ്യും. 40 ടൺ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഈ കല്ലുകൾ കുറച്ച് പൊടിഞ്ഞു പോകും അല്ലെ? ഈ കല്ലുകൾ കുറച്ച് പൊടിഞ്ഞു പോകും. എന്നിട്ട് പൊടിഞ്ഞു കഴിയുമ്പോൾ ഈ അഗ്രിഗേറ്റ് എടുത്തിട്ട് ആ അഗ്രിഗേറ്റിനെ 4.75 mm CV കൂടെ അരിക്കും. 4.75 mm CV കൂടെ അരിക്കും. അരിച്ചു കഴിയുമ്പോൾ എത്രത്തോളം അഗ്രിഗേറ്റ്സ് അരിപ്പെ കൂടെ പാസ് ആയി പോയി എന്നതിനെ ഞാൻ W2 എന്ന് വിളിക്കും. ടോട്ടൽ എടുത്ത വെയിറ്റിനെ ഞാൻ W1 എന്ന് വിളിക്കും. അപ്പോ ഈ W2 by W1 into 100 ആയിരിക്കും എൻ്റെ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. ഇത് ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് T1ലും ഇത് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 20 മുതൽ 25 mm സൈസുള്ള അഗ്രിഗേറ്റ് എടുക്കും. ആ അഗ്രിഗേറ്റ് എടുത്തിട്ട് നമ്മുടെ ഈ പാത്രത്തിൽ നിറച്ചിട്ട് 40 ടൺ ലോഡ് അപ്ലൈ ചെയ്യും. 40 ടൺ ലോഡ് അപ്ലൈ ചെയ്യും. അപ്പോൾ അഗ്രിഗേറ്റ് പൊടിഞ്ഞു കഴിഞ്ഞ അഗ്രിഗേറ്റ് എടുത്തിട്ട് അതിനെ 4.75 mm CV കൂടെ പാസ് ചെയ്യും. ആ പൊടിഞ്ഞു പോയതിനെ ഞാൻ W2 എന്നും വിളിക്കും. എൻ്റെ ഇത് മൊത്തം ഉണ്ടായിരുന്നത് ഞാൻ W1 എന്ന് വിളിക്കും. അപ്പൊ W2 by W1 into 100 ആയിരിക്കും എൻ്റെ ACV അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ ACV വാല്യൂ കൂടിയ അഗ്രിഗേറ്റ് ആണോ കുറഞ്ഞ അഗ്രിഗേറ്റ് ആയിരിക്കുമോ നല്ലത്? ACV വാല്യൂ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ കൂടുന്ന അഗ്രിഗേറ്റ് ആയിരിക്കുമോ നല്ലത്, കുറയുന്നതാണോ നല്ലത്? നിങ്ങൾ ആ W2ഉം W1ഉം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റും. W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിഞ്ഞ് 4.75 കൂടെ പോയ സാധനം, പൊടിഞ്ഞു പോയ സാധനത്തിനാണ് W2 എന്ന് പറയുന്നത്. W1 എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ള മൊത്തം അഗ്രിഗേറ്റ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ACV വാല്യൂ കൂടിയ അഗ്രിഗേറ്റ് ആണ് നല്ലത്, കുറഞ്ഞ അഗ്രിഗേറ്റ് ആണ് നല്ലത്? കുറച്ചും കൂടെ സിമ്പിൾ ആക്കാം. ഈ W2 കൂടുന്നതാണോ നല്ലത്, കുറയുന്നതാണോ നല്ലത്? അഥവാ W2 എന്ന് പറഞ്ഞാൽ എന്താ? പൊടിഞ്ഞു പോയ അഗ്രിഗേറ്റ്. പൊടിഞ്ഞു പോയ അഗ്രിഗേറ്റിന്റെ എമൗണ്ട് കൂടുന്നതാണോ നല്ലത്, കുറയുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും കുറഞ്ഞു പോകുന്ന നല്ലത് അല്ലെ? കാര്യം വണ്ടി പൊടിഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ W2 കുറയുന്നതാണ് നല്ലത്. W2 കുറയുക എന്ന് പറഞ്ഞാൽ W2 by W1 into 100 കുറയും അല്ലെ? ന്യൂമറേറ്റർ കുറഞ്ഞാൽ ആ എൻറ്റയർ വാല്യൂ കുറയും. അങ്ങനെയാണെങ്കിൽ ACV വാല്യൂ കുറയുന്നതാണോ നല്ലത്, കൂടുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും കുറയുന്നത് നല്ലത്. അപ്പൊ അതെ, അപ്പൊ നമ്മൾ ടാറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റിന്റെ ACV വാല്യൂ 30% താഴെ നിൽക്കണം. ഓക്കെ, ഷുഡ് ബി ലെസ് ദാൻ 30%. നമ്മൾ എപ്പോഴും ACV വാല്യൂ കുറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടെസ്റ്റ്. ഈ പറഞ്ഞ ഒറിജിന്റെ കല്ലുകൾ എടുക്കുക, അതിൽ 40 ടൺ ലോഡ് പതിയെ അപ്ലൈ ചെയ്യുക, അതിനുശേഷം അഗ്രിഗേറ്റ്സ് എടുത്തിട്ട് 4.75 കൂടെ സീവ് ചെയ്യുക. ആ സീവ് ആയി പൊടിഞ്ഞു പോകുന്നതിനെ W2 എന്ന് വിളിക്കുക, പൊടിയാത്തിന് W1 എന്ന് വിളിക്കുക. W2 by W1 into 100 ചെയ്യുമ്പോൾ ACV വാല്യൂ കിട്ടും, അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ. അത് എപ്പോഴും കുറയുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ടാറിങ്ങിന് അല്ലെങ്കിൽ വേറിംഗ് കോഴ്സ്, സർഫസ് കോഴ്സിൽ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റിന്റെ അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 30%. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സ്ട്രെങ്തിനെ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു ക്രഷിങ്ങിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ഒരു പ്രൊസീജിയറിലാണ്. ഇത് ക്ലിയർ ആണോ? ഓക്കെ, എഴുതിക്കും. ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് സ്ട്രെങ്ത്. അതിന്റെ താഴെ എഴുതുക the aggregates to be used in road construction, particularly the aggregates used in the varying course of pavement, should be sufficiently strong or resistant to crushing to withstand the high stress induced due to heavy traffic wheel loads. ആ കൂടെ തന്നെ എഴുതിക്കോ, ഹാർഡ്നെസിന്റെ എഴുതിക്കോ. അതെങ്ങനെ ടെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഹാർഡ്നെസ്, the aggregates used in the surface course are subjected to constant rubbing or abrasion due to moving traffic.
Abrasive action may be increased due to the presence of abrasing material like sand between the tire of vehicle and the aggregate exposed to the top surface. Thus, they should be hard enough to resist the wear due to abrasive action of traffic. അപ്പോൾ നിങ്ങൾ സ്ട്രെങ്തും ഹാർഡ്നെസ്സും എഴുതിക്കോ. ഹാർഡ്നെസ് എങ്ങനെ ടെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. എഴുതി കഴിഞ്ഞോ? Yes, sir. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ടു വെയർ ആൻഡ് ടയർ ആണ്. അപ്പൊ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെഷീന് പറയുന്ന പേരാണ് ലോസ് ഏഞ്ചൽസ് അബ്രഷൻ മെഷീൻ. ലോസ് ഏഞ്ചൽസ് അബ്രഷൻ മെഷീൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഈ ട്രാൻസ്പോർട്ടേഷനിലെ മിക്ക ടെസ്റ്റുകളും ലോസ് ഏഞ്ചൽസ്, അതുപോലെ കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ, ഇതൊക്കെ എവിടുത്തെ സ്ഥലങ്ങളാണ്? എല്ലാ യുഎസിലെ സ്ഥലങ്ങളാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ട്രാൻസ്പോർട്ടേഷന്റെ ബന്ധപ്പെട്ട ഒട്ടുമിക്ക എല്ലാ റിസർച്ചുകളും നടന്നിരിക്കുന്നത് യുഎസിലാണ്. ഒട്ടുമിക്ക എല്ലാ റിസർച്ചുകളും സ്റ്റാൻഡേർഡ്സും ഡെവലപ്പ് ചെയ്തത് യുഎസിലാണ്. നമ്മളത് പലപ്പോഴും അത് കോപ്പി ചെയ്തിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ കാര്യമായ റിസർച്ചുകൾ നടന്നിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് വേറെ ഒരു ഇക്വേഷൻ ഉണ്ട്, US കോപ്സ് ഓഫ് ആർമീസ് എന്നൊരു ഇക്വേഷൻ ഉണ്ട്, കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ, ലോസ് ഏഞ്ചൽസ് അബ്രഷൻ, ഇതിനകത്തെല്ലാം ഒരു അമേരിക്കൻ മയമുണ്ട്. അപ്പൊ ഈ ടെസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡ്രം ആണ്. ലാബിലുണ്ട് ഒരു വലിയ ഡ്രം ആണ്. ഈ ഡ്രമ്മിനകത്ത് സ്റ്റീൽ ബോൾസ് ഉണ്ടാവും, ഒരു സ്റ്റീൽ ബോൾസ് ഉണ്ടാവും. ആ കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ 1 ഇഞ്ചിന്റെ കല്ലുകൾ നമ്മൾ എടുത്തു. ഓക്കെ, എന്നിട്ട് ഈ ഡ്രം റൊട്ടേറ്റ് ചെയ്യും. ഈ ഡ്രം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കല്ലും ഈ ബോളും കൂടെ കിടന്ന് ഒരയും.
ശരിക്കും വണ്ടി പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ടയറും നമ്മുടെ റോഡ് സർഫസ് അഗ്രിഗേറ്റ്സ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു സിമിലർ കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീൽ ബോൾസും അഗ്രിഗേറ്റ്സും ഇട്ടിട്ട് ഈ ഡ്രം ഇങ്ങനെ 500 ടൈംസ് റൊട്ടേറ്റ് ചെയ്യും. 500 ടൈംസ് റൊട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും സെയിം പ്രൊസീജിയർ, അതായത് അഗ്രിഗേറ്റ് പൊടിഞ്ഞ ഈ ടെസ്റ്റ് കഴിയുമ്പോൾ അഗ്രിഗേറ്റ്സ് എടുത്തിട്ട് 4.75 കൂടെ പാസ് ചെയ്യും. ആ പാസ് ആകുന്നതിന് W2 എന്നും പാസ് ടോട്ടലിനെ W1 എന്നും വിളിക്കും. അതിനെയും ഇൻറ്റു 100 ചെയ്യും. ഇതായിരിക്കും ലോസ് ഏഞ്ചൽസ് അബ്രേഷൻ വാല്യൂ എന്ന് പറയുന്നത്. മറ്റേത് അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ, ഇത് ലോസ് ഏഞ്ചൽസ് അബ്രേഷൻ വാല്യൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ലോസ് ഏഞ്ചൽസ് അബ്രേഷൻ വാല്യൂ കൂടുന്നതാണോ നല്ലത്, കുറയുന്നതാണോ നല്ലത്? ലോസ് ഏഞ്ചൽസ് അബ്രേഷൻ വാല്യൂ കൂടുന്നതാണോ നല്ലത്, കുറയുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും കുറയുന്നത് നല്ലത്. അപ്പൊ നേരത്തെ പറഞ്ഞ ACV ആയാലും ശരി, ഇതായാലും ശരി, രണ്ടും കുറയുന്നത് തന്നെയാണ് നല്ലത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, സ്ട്രെങ്തിന്റെ കേസിലാകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഗ്രാജുവൽ ലോഡിംഗ് ആയിരിക്കും. ഇവിടെ നമ്മൾ വെയർ ആൻഡ് ടയർ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് തമ്മിൽ ഒരയുമ്പോൾ എന്താ സംഭവിക്കുന്നതാണ് നമ്മൾ സിമുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഈ സ്ട്രെങ്തും ഹാർഡ്നെസ്സും ആയിട്ടുള്ള വ്യത്യാസം. ഇനി നമുക്കുള്ളത് ടഫ്നെസ്സും ഡ്യൂറബിലിറ്റി ആൻഡ് സൗണ്ട്നെസ്സും ഉള്ളത്. ടഫ്നെസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ഇമ്പാക്റ്റ് ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് ടു ഇമ്പാക്റ്റ് ആണ്. ഈ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ടേമിന്റെ അർത്ഥം എന്തായിരിക്കും? ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ടേമിന്റെ അർത്ഥം എന്തായിരിക്കും? ഒരു സ്മോൾ ടൈമിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഫോഴ്സ് അപ്ലൈഡ് ഓവർ എ വെരി സ്മോൾ ടൈം. ക്രഷിങ്ങിന്റെയും ഇമ്പാക്റ്റിന്റെയും പ്രൊസീജിയർ ഓൾമോസ്റ്റ് സെയിം ആണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ക്രഷിങ്ങിൽ ലോഡ് നമ്മൾ പതിയെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇമ്പാക്റ്റിലാണെങ്കിൽ നമ്മൾ സഡൻ ആയിട്ട് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, നമ്മൾ ഒരു സെയിം വെയിറ്റ് തന്നെ, സേ ഒരു 100 കിലോഗ്രാം നമ്മൾ ഒരു സ്ഥലത്തോട്ട് പതിയെ വെക്കുമ്പോഴാണോ അതോ പെട്ടെന്ന് ഇടുമ്പോഴാണോ കൂടുതൽ ഇഫക്റ്റ് ഉണ്ടാകുന്നത്? പെട്ടെന്ന് ഇടുമ്പോൾ സത്യം പറഞ്ഞാൽ പതുക്കെ ഇടുന്നതിന്റെ ഡബിൾ ഇഫക്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇമ്പാക്റ്റിൽ ഉണ്ടാകുന്ന ഇഫക്റ്റ് ക്രഷിങ്ങിനേക്കാളും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ റോഡിൽ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. അതായത് ഒരു വണ്ടി സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് ആയിരിക്കും. വണ്ടി പതിയെ പോകുന്നെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്യുന്നത് ക്രഷിംഗ് ആയിരിക്കും. അപ്പൊ ഇതൊരു കോമ്പിനേഷൻ ആയിരിക്കും. കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല ഇമ്പാക്റ്റ് ആണ് ക്രഷിംഗ് ആണെന്നുള്ളത്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ ഇതാണ് ഇമ്പാക്റ്റും ക്രഷിംഗ് ആയിട്ടുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അര ഇഞ്ചിന്റെ, ഇതാണ് നമ്മൾ ഇമ്പാക്റ്റിന് വേണ്ടി ചെയ്യുന്ന എക്യുപ്മെന്റ്. ഇതാണ് ഇമ്പാക്ട് ടെസ്റ്റിംഗ് മെഷീൻ എന്നുള്ളത്. ഈ കാണുന്നതാണ് ഇമ്പാക്ട്. ഇവിടെ നമ്മൾ അര ഇഞ്ച് കല്ലുകൾ എടുക്കും. എന്നിട്ട് ഇതൊരു ഹാമറാണ്. ഈ ഹാമർ മികുതിയും താഴോട്ട് ഇടും. 15 പ്രാവശ്യം ഈ ഹാമർ പെട്ടെന്ന് താഴെ ഇടും. എന്നിട്ട് ഈ പൊടിഞ്ഞ കല്ലുകളെ എടുത്തിട്ട് 2.36 mm CV കൂടെ പാസ് ചെയ്യും. മറ്റേത് 4.75 ആയിരുന്നു. ഇവിടെ നമ്മൾ എടുക്കുന്ന കല്ലുകൾ ചെറുതാ, അര ഇഞ്ചിന്റെ കല്ലുകൾ എടുക്കും, ഈ മോൾഡിൽ വെക്കും. എന്നിട്ട് ഈ ഹാമർ 15 പ്രാവശ്യം താഴോട്ട് പെട്ടെന്ന് ഇടും. എന്നിട്ട് 2.36 കൂടെ പാസ് ചെയ്യും. ആ പാസ് ആകുന്നതിനെ W2, മൊത്തത്തിന് W1. ഇപ്പൊ W2 × W1 × 100 ചെയ്യുമ്പോൾ എനിക്ക് അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ടഫ്നെസ് ആണ്. അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ എന്നുള്ളത് ടഫ്നെസ് ആണ്. ഇവിടെയും ഇമ്പാക്ട് വാല്യൂ കുറയുന്നതാണ് നല്ലത്, കൂടുന്നതാണ് നല്ലത്? ഇമ്പാക്ട് വാല്യൂ തീർച്ചയായിട്ടും കുറയുന്നതല്ല. അപ്പൊ എല്ലായിടത്തും ചെയ്യുന്ന ടെസ്റ്റ് പ്രൊസീജിയറിന്റെ ഫണ്ടമെന്റൽസ് സെയിം ആണ്. ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നു, എത്രത്തോളം പൊടിഞ്ഞു പോയെന്ന് നോക്കുന്നു, അതിനെ പെർസെന്റേജ് ആക്കുന്നു. അപ്പം ക്രഷിംഗ് ആയിക്കോട്ടെ, ഇമ്പാക്ട് ആയിക്കോട്ടെ, ലോസ് ഏഞ്ചൽസ് സെപ്പറേഷൻ ആയിക്കോട്ടെ, എല്ലായിടത്തും കുറയുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സഡൻ ലോഡ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇമ്പാക്ട് ടെസ്റ്റ് ചെയ്ത് ടഫ്നെസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തായിരിക്കും ഡ്യൂറബിലിറ്റി ഓർ സൗണ്ട്നെസ് എന്നുള്ളതിന്റെ മീനിങ് എന്തായിരിക്കും? വാട്ട് മീൻ ബൈ ഡ്യൂറബിൾ? ഒരു സാധനം ഡ്യൂറബിൾ ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തായിരിക്കും? ഡ്യൂറബിൾ, ഒരു സാധനം ഡ്യൂറബിൾ ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തായിരിക്കും? എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടിരിക്കും, എത്ര നാൾ യൂസ് ചെയ്യുന്ന പറയാം, എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടില്ല, എത്ര നാൾ യൂസ്ഫുൾ ആവും, അതിന്റെ ഒരു ലൈഫിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. അപ്പൊ അഗ്രിഗേറ്റ്സിന്റെ ഡ്യൂറബിലിറ്റി അല്ല സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ ആക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുമോ ഇല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അഗ്രിഗേറ്റ്സ് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മഴ പെയ്യുമ്പം ഇപ്പോഴത്തെ കാലത്ത് മഴവെള്ളത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഡിസ്റ്റിൽഡ് വാട്ടർ പോലെയല്ല, അതിനകത്ത് കെമിക്കൽസ് ഉണ്ടാവാം അല്ലെ. ആസിഡ് റെയിൻ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രതിഭാസമുണ്ട്. അപ്പോൾ പല കാരണങ്ങളാൽ ഈ റോഡ് സർഫസിൽ അല്ലെ അഗ്രിഗേറ്റ്സിന് കെമിക്കൽസുമായിട്ട് കോണ്ടാക്ട് വരുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ നിന്ന് വേണമെങ്കിൽ പെട്രോൾ ലീക്ക് ചെയ്യാം, ഡീസൽ ലീക്ക് ചെയ്യാം അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ചില സ്ഥലങ്ങളിൽ പെട്രോൾ, പഴയ
ട്രാൻസ്പോർട്ടേഴ്സ് ഒക്കെ ഈ വളവ് തിരിയുമ്പോൾ ഒരു കാലത്തൊക്കെ ഈ ഡീസൽ ലീക്ക് ഒക്കെ ഉണ്ടാവുമായിരുന്നു, അല്ലെങ്കിൽ ഓയിൽ ലീക്ക് ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ട് ഈ വളവിങ്ങിനൊക്കെ എപ്പോഴും കുഴികൾ കാണും. ചുരുക്കത്തിൽ പറഞ്ഞാല് ഈ അഗ്രിഗേറ്റ് ഈ കെമിക്കൽസുമായിട്ട് സെൻസിറ്റീവ് ആണ്. കെമിക്കൽസ് ഉണ്ടാവും പ്രസൻസിൽ, ചില അഗ്രിഗേറ്റ്സ് സെൻസിറ്റീവ് ആണ്. അതിന് ആക്ഷൻ ഉണ്ടാവും, വെതറിങ് ആക്ഷൻ ഉണ്ടാവും, അത് പൊട്ടിപ്പോവും. ഓക്കെ, അപ്പൊ ഈ കെമിക്കൽസിനോട് അല്ലെങ്കിൽ മഴയോട് ഇങ്ങനത്തെ ഉള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻസിനോട് എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ സൗണ്ട്നെസ്സിനെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ടെസ്റ്റുകൾ ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ സോഡിയം സൾഫേറ്റിനകത്ത് അഗ്രിഗേറ്റ്സ് വെച്ചിട്ട് അതിന്റെ എഫക്റ്റ് ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും. അതിന് ടെസ്റ്റുകളുണ്ട്, പക്ഷെ അത് അധികം അങ്ങനെ ചെയ്യാറില്ല. ആ ടെസ്റ്റുകൾ അധികം നമ്മൾ ചെയ്യാറില്ല. കാര്യം അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും മോർ ഓർ ലെസ് സെയിം ആയിരിക്കും. വലിയ കാര്യമായ വ്യത്യാസമൊന്നും സാധാരണ രീതിയിൽ കാണാറില്ല. അതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് മെഷർ ചെയ്യാറില്ല. അപ്പൊ അതാണ് ഡ്യൂറബിലിറ്റി ഓർ സൗണ്ട്നെസ് എന്ന് പറയുന്നത്. ബേസിക്കലി പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് അഡ്വേഴ്സ് ആക്ഷൻ ഓഫ് വെതർ. അതിനാണ് നമ്മൾ സൗണ്ട്നെസ് എന്ന് പറയുന്നത്. So now we can write the explanation for toughness and durability. ഇനി പറയുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് TE1 യൂസ് ചെയ്യാവുന്നതാണ്. എഴുതി കഴിഞ്ഞോ? Yes, sir. Now the next properties are shape of aggregate and adhesion with bitumen. Okay, അപ്പോൾ ബേസിക്കലി നമുക്ക് അഗ്രിഗേറ്റ്സിന് രണ്ട് ഷേപ്പാണ് ഉള്ളത്. റൗണ്ടഡ് ഷേപ്പും ഉണ്ട്, ആംഗുലാർ ഷേപ്പും ഉണ്ട്. നിങ്ങൾക്ക് ഈ വർക്കബിലിറ്റി എന്നുള്ള ടേം കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? വർക്കബിലിറ്റി എന്താ വർക്ക്? ഈസ്റ്റ് വർക്ക്. അപ്പോൾ നമുക്ക് ബേസിക്കലി രണ്ട് ഷേപ്പ് അല്ലെങ്കിൽ റൗണ്ട്. ഇതിൽ ഏതായിരിക്കും ഈസി ടു വർക്ക് അല്ലെങ്കിൽ ഏതായിരിക്കും വർക്കബിൾ എന്ന് പറഞ്ഞാൽ? വട്ടത്തിലുള്ള കല്ലുകളാണോ അതോ ആംഗുലാർ ഷേപ്പിലുള്ള കല്ലുകൾ ഉള്ളപ്പോഴാണോ നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പം? വർക്ക് ചെയ്യാൻ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുഴച്ച് കൊണ്ട്, ഇപ്പൊ ഇത് കോൺക്രീറ്റ് ടേംസിലാണെന്നുണ്ടെങ്കിൽ അത് കുഴച്ച് കൊണ്ട് പ്ലേസ് ചെയ്ത് കോമ്പാക്ട് ചെയ്യാൻ എളുപ്പം ഏതായിരിക്കും? റൗണ്ട് ആയിരിക്കുമോ ആംഗുലർ ആയിരിക്കുമോ? ആംഗുലർ ആണോ?
അല്ല, വർക്കബിലിറ്റി ടേംസിൽ പറയുമ്പോൾ റൗണ്ട് ആണ് വർക്കബിൾ ആയിട്ട് പറയുക. കാര്യം റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ നമുക്ക് കുഴയ്ക്കാനും പ്ലേസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇത് എളുപ്പത്തിന്റെ ടേംസിൽ മാത്രമാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ സ്ട്രെങ്തിന്റെ ആസ്പെക്ട് അല്ല. എളുപ്പത്തിന്റെ ടേംസിൽ പറയുമ്പോൾ ബേസിക്കലി റൗണ്ടഡ് ഷേപ്പ് ആണ് വർക്കബിൾ ആയിട്ട് പറയുന്നത്. പക്ഷേ റൗണ്ടഡ് ഷേപ്പിനായിരിക്കോ ആംഗുലർ ഷേപ്പിനായിരിക്കോ കൂടുതൽ സ്ട്രെങ്ത് കിട്ടുന്നത്? ആംഗുലറിനായിരിക്കും. തീർച്ചയായിട്ടും ആംഗുലർ. കാര്യം ആംഗുലറിന് ഒരു ഇന്റർലോക്കിംഗ് ഉണ്ട്. നിങ്ങളിപ്പോ ഒരു റൗണ്ട് ഷേപ്പിലുള്ള അഗ്രിഗേറ്റ്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ഈ ഫിഷ് ടാങ്കിൽ കിട്ടുന്ന കല്ലുകളുണ്ടല്ലോ, ആ കല്ലുകളും നമ്മുടെ ആംഗുലർ ഷേപ്പിലുള്ള അഗ്രിഗേറ്റ് കല്ലുകളും ഒരു 10 സെന്റിമീറ്റർ ഹൈറ്റിൽ ഇട്ടിട്ട് മിഡിൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആംഗുലർ ഷേപ്പ് ആണെങ്കിൽ ഒരു ഇന്റർലോക്കിംഗ് ഉണ്ടാവും. അത് അത്ര പെട്ടെന്ന് നിരന്നു പോകത്തില്ല. അതേസമയം റൗണ്ടഡ് ഷേപ്പ് ആണെങ്കിൽ അത് പെട്ടെന്ന് നിരന്നു പോകും. അപ്പോൾ റോഡ് കൺസ്ട്രക്ഷന് ശരിക്കും ആംഗുലർ അഗ്രിഗേറ്റ്സ് ആണ് പ്രിഫേർഡ്. ആംഗുലർ അഗ്രിഗേറ്റ്സ് ആണ് പ്രിഫേർഡ്. ഇനി അതിന് തന്നെ വേറെ സംഭവം ഉണ്ട്, ഫ്ലേക്കി ആൻഡ് ഇലോങ്ങേറ്റഡ്. എന്തായിരിക്കും ഈ ടേംസ്? ഫ്ലേക്കി ആൻഡ് ഇലോങ്ങേറ്റഡ്. ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ നീണ്ടു പോകുന്ന ഒരു അവസ്ഥയാണ്, അല്ലെ? നീണ്ടു പോകുന്ന അവസ്ഥ. ഫ്ലേക്കി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കേട്ടിട്ടുണ്ടോ? ഫ്ലേക്കി എന്നൊരു ടേം കേട്ടിട്ടുണ്ടോ? ഫ്ലേക്കി ഉണ്ടോ? തിന്നായിട്ടുണ്ടോ? തിന്നായിട്ടുള്ള ഫ്ലേക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ അഗ്രിഗേറ്റ് തന്നെയാണ്, പക്ഷെ ചില പോർഷൻ വളരെ തിന്നായിരിക്കും. ഇലോങ്ങേറ്റഡ് എന്ന് പറഞ്ഞാൽ ചില പോർഷൻ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് ഒരു ടെസ്റ്റ് ഉണ്ട്, ഈ കാണുന്നതാണ് ഫ്ലേക്കിനെസ് ആൻഡ് ഇലോങ്ങേഷൻ ഇൻഡെക്സ് എന്ന് പറയും. അതിന് എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഗ്രിഗേറ്റ്സിന്റെ ഏറ്റവും കൂടിയ സൈസ് ഇതിൽ കൂടെ പാസ്സാക്കി നോക്കും. അപ്പൊ നമുക്ക് പെർസെന്റേജ് ഓഫ് ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ്സ് കിട്ടും. ഈ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു അഗ്രിഗേറ്റിന്റെ ഏറ്റവും നീളം കൂടിയ സൈഡ് ഇതിൽ കൂടെ നമ്മൾ പാസ് ചെയ്ത് നോക്കും. അപ്പൊ പാസ് ആയില്ലെങ്കിൽ അത് ബേസിക്കലി ഇലോങ്ങേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും ചെറിയ വശം ഇതിൽ കൂടെ പാസ് ചെയ്യും. അപ്പൊ നമുക്ക് പെർസെന്റേജ് ഓഫ് ഫ്ലേക്കി അഗ്രിഗേറ്റിനെ കിട്ടും. പെർസെന്റേജ് ഓഫ് ഫ്ലേക്കി അഗ്രിഗേറ്റ് കിട്ടും. ഫ്ലേക്കി എന്ന് പറഞ്ഞാൽ വളരെ തിൻ, ഇലോങ്ങേറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ. അപ്പൊ ഈ രണ്ട് എക്യുപ്മെന്റ്സ് വെച്ചിട്ട് നമ്മളിത് കണ്ടുപിടിക്കും. ബേസിക്കലി ഈ കമ്പൈൻഡ് ഫ്ലേക്കിനെസ് ഇലോങ്ങേഷൻ കൂടുന്നത് മോശമാണ്. ഒരു അഗ്രിഗേറ്റിന്റെ കമ്പൈൻഡ് ഫ്ലേക്കിനെസ് ഇലോങ്ങേഷൻ കൂടിക്കഴിഞ്ഞാൽ അതിന് വീക്ക് പോയിന്റുകൾ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഐഡിയലി അഗ്രിഗേറ്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ആംഗുലർ ആവണം. ആ ആംഗുലർ തന്നെ ഇലോങ്ങേഷനും ഫ്ലേക്കിനെസ്സും ഏറ്റവും മിനിമം ആവണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അഗ്രിഗേറ്റിന്റെ ഷേപ്പ് റൗണ്ട്, ആംഗുലർ, ഫ്ലേക്കി, ഇലോങ്ങേറ്റഡ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, പക്ഷെ ഈ ഫ്ലേക്കി ആൻഡ് ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ്സിനെ ഏറ്റവും നമ്മൾ മിനിമൈസ് ചെയ്യണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ, അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. റോഡ് അഗ്രിഗേറ്റ്സ് may be rounded, angular, flaky or elongated. Flaky and elongated particles have less strength than rounded or cubical particles. Thus, too flaky and too much elongated particles should be avoided. അതാണ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ. ഇനി സെക്കൻഡ് ലാസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ adhesion with bitumen. Now, what is meant by adhesion? നമുക്ക് രണ്ട് സാധനം പഠിച്ചിട്ടുണ്ട് നമ്മൾ സ്കൂളിലൊക്കെ, അഡ്ഹഷനും കൊഹഷനും. എന്താ വ്യത്യാസം? ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള. അതെ, പക്ഷെ പറഞ്ഞു ഡിസിമിലർ ആയിട്ടുള്ള ആൾക്കാര് തമ്മിലുള്ള ജോയിനിങ് അഡ്ഹഷൻ പറയും. സിമിലർ പാർട്ടിക്കിൾസ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ക്ലേ സോയിലാണെങ്കിൽ കൊഹഷൻ ഉണ്ടെന്ന് പറയും. അതായത് നമുക്ക് ഒരു ചെളി നമ്മൾ നന്നായിട്ട് ഞെക്കി വെക്കുവാണെങ്കിൽ അതിനകത്ത് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് എല്ലാം ഒട്ടി നിൽക്കും. അപ്പോൾ ക്ലേക്ക് കൊഹഷൻ വളരെ കൂടുതലാണ്. അതേസമയം സാൻഡ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒട്ടി നിൽക്കുമോ? ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് തമ്മിൽ മുട്ടുമെന്നല്ല, തമ്മിൽ ബോണ്ടിങ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ക്ലേയെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് തമ്മിൽ ബോണ്ടിങ് ഉണ്ട്. അപ്പോൾ അത് കൊഹഷൻ ഉണ്ട്, ഇറ്റ് ഇസ് കൊഹസീവ്. അതേസമയം ഒരു സാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് തമ്മിൽ ബോണ്ടിങ് ഇല്ല, സോ ഇറ്റ് ഇസ് നോൺ കൊഹസീവ്. അതാണ് കൊഹഷൻ എന്ന് പറഞ്ഞത്. when you come to adhesion എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് ബിറ്റ്വീൻ ഡിസിമിലർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡിഫറെന്റ് മെറ്റീരിയൽസ്. ഇപ്പൊ ഇവിടെ നമ്മുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അഗ്രിഗേറ്റ് ഷുഡ് ഹാവ് ബോണ്ടിങ് വിത്ത് ബിറ്റുമൻ. അത് മനസ്സിലായോ? അഗ്രിഗേറ്റിന് ബിറ്റുമനുമായിട്ട് കൂടുതൽ അഫിനിറ്റി വേണം. വെള്ളവുമായിട്ടുള്ള അഫിനിറ്റിയേക്കാൾ
കൂടുതൽ അഫിനിറ്റി ബിറ്റുമിനുമായിട്ട് വേണം. അപ്പോൾ ഇപ്പൊ ഈ ഫോട്ടോ നോക്കുക, നമ്മൾ അതിന് ഒരു സ്ട്രിപ്പിംഗ് ടെസ്റ്റ് ചെയ്യുന്നത്. സ്ട്രിപ്പിംഗ് ടെസ്റ്റ് വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. 200 ഗ്രാം അഗ്രിഗേറ്റ്സ് എടുക്കും, അര ഇഞ്ചിന്റെ 200 ഗ്രാം അഗ്രിഗേറ്റ്സ് എടുക്കും, അതിലേക്ക് 5% ബിറ്റുമിൻ ഒഴിക്കും, എന്നിട്ട് അത് വെള്ളത്തിൽ കുതിർത്ത് 24 hours ഇടും. വെള്ളത്തിൽ കുതിർത്ത് 24 hours ഇട്ടിട്ട് പിറ്റേ ദിവസം വന്ന് നോക്കും. ഓക്കെ, അപ്പോൾ ഒരുപക്ഷെ എനിക്ക് ഈ കേസ് 1 കാണുന്ന പോലെ കിട്ടാം, ഈ കേസ് 2 കാണുന്ന പോലെ എനിക്ക് കിട്ടാം. ഇതിനകത്ത് ഏത് അഗ്രിഗേറ്റ്സിനായിരിക്കും അഡ്ഹഷൻ ഉള്ളത്? കേസ് 1 കേസ് 2 അഡ്ഹഷൻ ഉള്ളത്? കേസ് 2 അഡ്ഹഷൻ ഉള്ളത്. അപ്പൊ അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ ആ ബിറ്റുമിനുമായിട്ടുള്ള ഒരു ബൈൻഡിങ് പ്രോപ്പർട്ടിക്കാണ് അഡ്ഹഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ അഗ്രിഗേറ്റ്സിനൊക്കെ വാട്ടറിനേക്കാൾ അഡ്ഹഷൻ ബിറ്റുമിനുമായിട്ടായിരിക്കും. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ പിന്നെ അക്വേറിയത്തിലിടുന്ന കല്ലുകൾ, അക്വേറിയത്തിലിടുന്ന പോലത്തെ സ്മൂത്ത് സർഫസ് ഉള്ള കല്ലുകളിൽ ഈ സെയിം എക്സ്പെരിമെന്റ് ചെയ്താൽ പിറ്റേ ദിവസം കഴിയുമ്പോൾ വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോകും. അതിന് അഡ്ഹഷൻ കുറവാണ്, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് മോർ അഡ്ഹസീവ് പ്രോപ്പർട്ടി വിത്ത് വാട്ടർ. അപ്പൊ അഗ്രിഗേറ്റ്സിന് ജനറലി ആ പ്രശ്നം വരാറില്ല, പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം നമ്മുടെ റോഡുകളെല്ലാം മിക്കപ്പോഴും സാച്ചുറേറ്റഡ് ആണ്, പ്രത്യേകിച്ച് കേരളത്തിലെ റെയിൻഫോൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ അഗ്രിഗേറ്റ്സിന് വെള്ളവുമായിട്ട് കൂടുതൽ അഫിനിറ്റി ഉണ്ടെങ്കിൽ റോഡ് പൊളിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി, ദാറ്റ് ഇസ് അഡ്ഹഷൻ ഓഫ് അഗ്രിഗേറ്റ് വിത്ത് ബിറ്റുമിൻ. ഓക്കെ, അപ്പൊ അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഒരു പ്രോപ്പർട്ടി കൂടി ഉള്ളൂ, സ്പെസിഫിക് ഗ്രാവിറ്റി. ഞാൻ അതോട് പറഞ്ഞു നിർത്താം, ഇത് എഴുതിക്കും. ഓൺലി സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് റിമൈനിങ്. Okay, so I hope you have completed. Now the last property is specific gravity. എന്തായിരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ? What is the basic definition for specific gravity? നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിലും പഠിക്കുന്നതാണ്. What is the basic definition for specific gravity? Ratio of density of material to density of water. അങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി എന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ടൊന്നുമില്ല. weight of a given volume of aggregate to the weight of an equal volume of water. Equal volume of water. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ. ഈ വെയിറ്റിന്റെ സ്ഥാനത്ത് ഡെൻസിറ്റി പറഞ്ഞാലും ഒരു തെറ്റുമില്ല. So basic definition is, you can write this. Last property is specific gravity. ഏഴാമത്തെ property specific gravity ആണ്. Specific gravity is the ratio of weight of a given volume of aggregate to the weight of an equal volume of water. The specific gravity of aggregates indirectly measures its density. I am പറയുന്നത് density എന്ന് തെറ്റൊന്നുമില്ല. Its density. Hence, it is the most essential parameter of strength or quality of aggregates. Higher the specific gravity, higher is the strength. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഇത് എഴുതി കഴിഞ്ഞാൽ പറഞ്ഞുതരാം. Higher the specific gravity, higher is the strength.
എഴുതി കഴിഞ്ഞോ? ഹലോ, Yes, sir. okay. Yes, sir. Now the last point is higher the specific gravity, higher is the strength. അത് പറയാൻ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി രണ്ട് രീതിയിൽ പറയാം. ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്, അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്. ഓക്കെ, അതെന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഒരു ഇമാജിനറി ഫിഗർ ആയിട്ട് കണ്ടാൽ മതി, ഒരു അഗ്രിഗേറ്റിന്റെ ഒരു ഇമാജിനറി പിക്ചർ ആയിട്ട് കണ്ടാൽ മതി. ഈ ഓരോ അഗ്രിഗേറ്റിന്റെ സർഫസിലും ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ട്, ഒരു പോർസ് ഉണ്ട്. ഓക്കെ, ദർ ആർ സ്മോൾ പോർസ് ഓൺ ദ സർഫസ് ഓഫ് ദി അഗ്രിഗേറ്റ്സ്. ഓക്കെ, ഒരു അഗ്രിഗേറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ, അഗ്രിഗേറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിസിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പോർസിന്റെ എണ്ണം കൂടുക എന്നുള്ളതാണ്. ഓക്കെ, ഐ എം ടോക്കിംഗ് അബൌട്ട് ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി. അത് ഞാൻ ബൾക്കും അപ്പാരന്റും ആയിട്ടുള്ള വ്യത്യാസം പറഞ്ഞുതരാം. ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിക്കകത്ത് നമ്മൾ മാസ് ബൈ വോളിയം എടുക്കുമ്പോൾ ഈ വെള്ളം ഒക്കുപ്പൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ പോർസിന്റെ വോളിയം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഐ റിപ്പീറ്റ്, ഒന്നുകൂടെ പറയാം. ഇത് വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് ടൈപ്പ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്, ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിയും അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റിയും. ഓക്കെ, ഈ അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റിക്കകത്ത് നമ്മൾ മാസ് ബൈ വോളിയം എടുക്കുമ്പോൾ ഈ അഗ്രിഗേറ്റിന്റെ സർഫസിലുള്ള ചെറിയ ചെറിയ പോർസിന്റെ ദ്വാരങ്ങളുടെ വോളിയം നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. അതേസമയം ബൾക്ക് എടുക്കുമ്പോൾ മാസ് ബൈ വോളിയത്തിൽ ഈ ചെറിയ പോർസിന്റെ വോളിയം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബൾക്ക് ആയിരിക്കുമോ കൂടുതൽ, അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കുമോ കൂടുതൽ? ഫോർ എ സെയിം ഗിവൺ അഗ്രിഗേറ്റ് ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കുമോ അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും കൂടുതലോ? ഒന്നുകൂടെ ഞാൻ വ്യത്യാസം പറഞ്ഞുതരാം. നമുക്ക് രണ്ട് സാധനമുണ്ട്, ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി, അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി. ബൾക്ക് എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയത്തില് ഈ പറയുന്ന ചെറിയ പോർസിന്റെ വോളിയം നമ്മൾ കൂട്ടും. അപ്പാരന്റ് എന്ന് പറയുമ്പോൾ ഈ ചെറിയ ചെറിയ വോയിഡ്സിന്റെ വോളിയം നമ്മൾ കൂട്ടത്തില്ല. അതായത് അപ്പാരന്റിന്റെ കേസിൽ ഡിനോമിനേറ്റർ കുറവായിരിക്കും, ബൾക്കിന്റെ കേസിൽ ഡിനോമിനേറ്റർ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ആണോ അതോ അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ആണോ ഹയർ ആയിട്ട് വരുന്നത്? തീർച്ചയായിട്ടും അപ്പാരന്റ് ആയിരിക്കും കൂടുതൽ. തീർച്ചയായിട്ടും അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ഇനി ഏതെങ്കിലും കണ്ടീഷനിൽ അപ്പാരന്റ് ഈക്വൽ ടു ബൾക്ക് ആവുമോ? ഏതെങ്കിലും കണ്ടീഷനിൽ അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഈക്വൽ ടു ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ആവുമോ? വോയിഡ്സ് ഒന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ അപ്പാരന്റ് ഈക്വൽ ടു ബൾക്ക് ആവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനമുണ്ട്, വാട്ടർ അബ്സോർപ്ഷൻ. അപ്പൊ എന്തായിരിക്കും ഈ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു അഗ്രിഗേറ്റിന്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 24 hours അബ്സോർബ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് വാട്ടർ. ഈ അഗ്രിഗേറ്റ് നമ്മൾ വെള്ളത്തിൽ ഇടും. അപ്പൊ ഈ പറഞ്ഞ ചെറിയ പോർസ് ഉണ്ടല്ലോ, ഈ പോർസിലെല്ലാം വെള്ളം കയറി നിറയും. അപ്പൊ സപ്പോസ് എനിക്ക് ആദ്യമേ ഇതിന്റെ വെള്ളത്തിൽ ഇട്ടിട്ട് അതിന്റെ വെയിറ്റ് എടുത്തപ്പോ 100 ഗ്രാം ആയിരുന്നു. വെള്ളത്തിൽ ഇട്ടിട്ടെടുത്തപ്പം 100 ഗ്രാം. വെള്ളത്തിൽ ഇടുന്നതിന് മുന്നേ എടുത്തപ്പോൾ 80 ഗ്രാമേ ഉള്ളൂ. അപ്പൊ ഈ 20 ഗ്രാം എവിടുന്ന് വന്നാ? ഈ പറഞ്ഞ പോർസിലേക്ക് കയറിയ വെള്ളത്തിന്റെ അളവാണ്, അല്ലെ? അതിനെയാണ് വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഒരു അഗ്രിഗേറ്റിന്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ അഗ്രിഗേറ്റ് സർഫസിലും ഈ പറഞ്ഞ ചെറിയ ചെറിയ പോർസ് ഉണ്ട്. ആ പോർസിലേക്ക് കയറുന്ന വെള്ളത്തിനെയാണ് വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോ? ഓക്കെ, ഇത് നമ്മൾ അടുത്ത മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ബിറ്റുമിനസ് മിക്സ് ഡിസൈൻ ആണ്. ബിറ്റുമിനസ് മിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി വളരെ കുറവുള്ള അഗ്രിഗേറ്റിലേക്ക് സപ്പോസ് നമ്മൾ ഒരു 100 ഗ്രാം ടാർ അല്ലെങ്കിൽ ബിറ്റുമിൻ ഒഴിച്ചാൽ അതിനകത്തൊരു 20 ഗ്രാം എങ്കിലും ഈ പറഞ്ഞ പോർസിലേക്ക് കയറി പോകും. അപ്പൊ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കുറവുള്ള അഗ്രിഗേറ്റ് വെച്ച് ടാറിങ് നടത്തി കഴിഞ്ഞാൽ ഇഫക്റ്റീവ്ലി കിട്ടുന്ന ടാറിന്റെ എമൗണ്ട് കുറവായിരിക്കും, അല്ല ബിറ്റുമിന്റെ എമൗണ്ട് കുറവായിരിക്കും. കാരണം എന്താ? ആ ബിറ്റുമിൻ എല്ലാം ഈ പറഞ്ഞ ദ്വാരങ്ങളിലേക്ക് കയറി പോകും.
ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? നമ്മൾ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കുറവുള്ള ഒരു അഗ്രിഗേറ്റ് വെച്ച് റോഡ് പണിയാൻ നോക്കിയാൽ, ഞാൻ 5 ഗ്രാം ബിറ്റുമിന ഒഴിക്കുന്നെങ്കിൽ അതിന്റെ 4 ഗ്രാമേ ഇഫക്റ്റീവ് ആകത്തുള്ളൂ. 1 ഗ്രാം ഈ പറഞ്ഞ ദ്വാരങ്ങളിലേക്ക് കയറി പോകും. അപ്പോൾ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കുറവുള്ള അഗ്രിഗേറ്റ് വെച്ച് റോഡ് പണിയുന്നതാണ് നല്ലത്, അതോ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലുള്ളത് വെച്ച് പണിയാണ് നല്ലത്? കുറവുള്ളതിട്ട് പണിതാൽ എന്റെ ബിറ്റുമിൻ എല്ലാം ഈ പറഞ്ഞ പോർസിലേക്ക് കയറി പോകും. അപ്പൊ എനിക്ക് കിട്ടുന്ന എഫക്റ്റീവ് ബിറ്റുമിൻ കുറവായിരിക്കും. അപ്പൊ എപ്പോഴും ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലുള്ളിടത്ത് പണിയുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ ജനറലി പറയുന്നത് ഹയർ ദി സ്പെസിഫിക് ഗ്രാവിറ്റി. അവിടെ ഉദ്ദേശിക്കുന്നത് ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. ഹയർ ദ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി, ഹയർ ഇസ് ദ സ്ട്രെങ്ത്. അപ്പൊ ഈ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ നിർത്തിക്കും. ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി, ഈ 2 ഡെഫിനേഷൻ കൂടെ എഴുതിയിട്ട് നമ്മൾ ക്ലാസ് നിർത്താം. So now I'll just summarize whatever we have studied. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 7 പ്രോപ്പർട്ടികളാണ്. ഒരു അഗ്രിഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം 7 പ്രോപ്പർട്ടീസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു സോയിലിനെ പോലെ തന്നെ അഗ്രിഗേറ്റിന്റെ ഒറിജിൻ അനുസരിച്ച് അതിന്റെ പ്രോപ്പർട്ടീസിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. 6 പ്രോപ്പർട്ടികൾ നമ്മൾ ഓരോന്നിറന്നിട്ട് കണ്ടു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് കണ്ടു. പക്ഷെ ഈ 6 ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. കാര്യം സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണെങ്കിൽ ബാക്കി എല്ലാ പ്രോപ്പർട്ടികളും നല്ലതായിരിക്കും. ജനറലി ഒരു 2.7 ഒക്കെയാണ് അഗ്രിഗേറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പറയുന്നത്. ഒരു അഗ്രിഗേറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്തു, അത് 2.7 ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഇമ്പാക്ട് വാല്യൂം ക്രഷിംഗ് വാല്യൂം എല്ലാം ഹയർ ആയിരിക്കും. അതുകൊണ്ട് സാധാരണ ഒരു അഗ്രിഗേറ്റ് നമ്മൾ ആദ്യം നോക്കുന്നത് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. ഈ 2.75 എന്ന് പറയുമ്പോൾ അത് ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. ബൾക്കും അപ്പാരന്റ് ആയിട്ടുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. നമ്മൾ അടുത്ത മൊഡ്യൂൾ പഠിക്കുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയാം. അതായത് ബൾക്ക് കുറഞ്ഞ ഒരു അഗ്രിഗേറ്റ് വെച്ച് റോഡ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇഫക്റ്റീവ് ബിറ്റുമിൻ കണ്ടന്റ് കുറവായിരിക്കും. അതുകൊണ്ട് അതിന്റെ പെർഫോമൻസും വളരെ മോശമായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങൾ. സോ ഐ ഹോപ്പ് യു ഹാവ് കംപ്ലീറ്റഡ് ദിസ്. സോ വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir.